കുനിയയിൽ സമസ്ത അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ എക്സ്പോയിൽ നമ്മളൊരു അത്ഭുതകരമായ കാഴ്ചക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. സമസ്തയുടെ ഏതൊരു പരിപാടിയിലും നിറസാന്നിധ്യമാണ് വിക്കായ എന്ന് പറയുന്നത്. ആ വിക്കായിൽ തന്നെ എല്ലാ സമയത്തും അത്ഭുതം സൃഷ്ടിക്കുന്ന പല കുഞ്ഞു അത്ഭുത ബാലന്മാരെ നമ്മൾ കാണാനിടയാവാറുണ്ട്. ഇവിടെ കുനിയയിൽ നമ്മൾ 3 കുഞ്ഞ് അത്ഭുത ബാലന്മാരെ കാണാനിടയായിട്ടുണ്ട്. 4 ദിവസങ്ങളിലായിട്ട് ഈ ക്യാമ്പിലും സമസ്തയുടെ സമ്മേളന നഗരിയിലും നിറസാന്നിധ്യമാണ് അവർ. നമുക്ക് അവരിലേക്കൊന്ന് പ്രവേശിക്കാം. മോനെ പേരെന്താണ്? ഹിഷാം. മോനോ? ഷെമീൽ. അജ്മൽ സുഫിയാൻ. ഈ 3 പേരും 4 ദിവസങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പിലും ക്യാമ്പിൻ്റെ പരിസരത്തും നിറസാന്നിധ്യമായി നിൽക്കുകയാണ്. ഓപ്പി, നിങ്ങളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി ഇവരെക്കുറിച്ച്. എന്താണ് അതിലേക്ക് നയിച്ചൊരു മോട്ടീവ് എന്ന് പറയുന്നത്? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഓരോ യാത്രയിലും കയറി വരുന്ന സമയത്തും ക്യാമ്പിനകത്തേക്ക് വരുമ്പോഴൊക്കെ ഇവരെ കാണാറുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഒരു ട്രെയിൻ ചെയ്ത ട്രെയിനറായ വിക്കായ പ്രവർത്തകൻ്റെ ഊർജ്ജസ്വലതയോടുകൂടെ ഹിഷാം ഉൾപ്പെടെയുള്ള ഈ ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് ഏകദേശം ഒരു 6:30 മണി സമയം അല്ലേ യമാനി, ഒരു 6:30 മണി സമയത്ത് നമ്മൾ ഈ എക്സ്പോൻ്റെ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഹിഷാം അവിടെ വളരെ കൃത്യമായിട്ട് ആ ഗേറ്റിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ഒരു ആവേശം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഹിഷാമിനോട് സംസാരിച്ച സമയത്ത് ഹിഷാമിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ വളണ്ടിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു മാതാവ് കുട്ടിക്ക് കൊടുക്കുന്ന നല്ല മെസ്സേജായിട്ട് അതിൽ അല്ല, തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഹിഷാമിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് എടുത്തിരുന്നത്. ആ ഫോട്ടോ കൂട്ടത്തിൽ ഒരു പേരുണ്ട്, ഇവൻ മാത്രമല്ല ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ അതാണ് ഷെയർ ചെയ്ത്. പക്ഷേ ഇവനെ മോട്ടിവേറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ ഉമ്മ അവൻ്റെ മോട്ടിവേറ്ററാണ്. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ്പോ നിയന്ത്രിക്കുന്നതിൽ അവൻ്റെ ഉമ്മ നിർവഹിച്ചിട്ടുള്ള ആ ഒരു ത്യാഗ നിർഭരമായ പ്രവർത്തനത്തെ അവൻ കണ്ടു മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വിക്കായയെ അവൻ ദൂരെ നിന്ന് വീക്ഷിച്ചു എന്നാണ് പറയണത്. അവൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു വിക്കായയാകണം എന്നാണ്. അങ്ങനെയല്ല ഹിഷാമേ? ഒന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? എനിക്ക് വിക്കായയിൽ ട്രെയിനിങ് കിട്ടിയ മെമ്പറാണ്. മാഷാഅല്ലാ, മാഷാഅല്ലാ. അതാണ് എന്നെ പ്രചോദിപ്പിച്ചത്. എല്ലാ ഇവിടെ വന്ന ആക്റ്റീവ് അംഗങ്ങളെപ്പോലെ എനിക്കും ആകണം എന്ന ഒരു താല്പര്യത്തോടുകൂടെ ഒരു 8ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഈ സന്നദ്ധ സേവന മേഖലയെ തിരിച്ചറിയുന്നു എന്ന ഒരു പോസിറ്റീവാണ് ഞാൻ ആ ഫേസ്ബുക്കിനകത്തൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അഭിനന്ദിക്കുകയാണ്. ഈ 3 പേരും ഒരു മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഈ കുനിയയിലും പ്രദേശത്തുമൊക്കെയുള്ള ആളുകൾ ഇതിൻ്റെ കൂടെ ആത്മാർത്ഥമായി ഇടപെടുന്നു എന്നത് ശ്ലാഘനീയമാണ്. ശരിയാണ്. നമുക്ക് ഹിഷാമിനെ പോലെ തന്നെ 10,000-കണക്കിന് കുട്ടികൾ വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമായിട്ടുള്ള നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വിക്കായുടെ ചെയർമാൻ നിൽക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ പൊന്നുമക്കളെ കാണുമ്പോൾ എന്തൊരഴകാണ്. അവർ ബഹുമാന്യരായ ആലിമീങ്ങളും സമസ്ത സ്നേഹികളും അതുപോലെ ചരിത്ര പഠിതാക്കളൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ ഈ കുട്ടികളുടെ കരങ്ങൾ ചലിക്കുകയാണ്. അവരുടെ മനസ്സതിന് പാകപ്പെടുകയാണ്. ഈ അടുത്തായിട്ട് നമ്മൾ വായിച്ചില്ലേ, വയനാട്ടിൽ നിന്നുൾപ്പെടെ ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പലതിൻ്റെയും പേരിൽ വല്ലാതെ മർദ്ദിക്കുകയും അടിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് രക്ഷിതാക്കൾക്ക് സമാധാനത്തിൽ അന്തി ഉറങ്ങാൻ പറ്റാത്ത ഈ വർത്തമാനകാലത്ത് ഈ മക്കൾ നൽകുന്നൊരു സന്ദേശമുണ്ട്. SKSSF എന്ന പഞ്ചാക്ഷരിയിലേക്ക് കുട്ടികളെ ചേർത്ത് കൊടുത്താൽ ധൈര്യമായി രക്ഷിതാക്കൾക്ക് കിടന്നുറങ്ങാം. ഈ കുട്ടികൾ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിയോട് സൂചിപ്പിച്ചതിനോട് ചേർന്ന് നിന്ന് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ലോണം പഠിക്കണമെന്നുള്ളതാണ്. ഇവർ പഠനത്തെ മറക്കുന്നില്ല, അതോടൊപ്പം അവർ നല്ല പൊതുപ്രവർത്തകരാകാൻ ശ്രമിക്കുകയാണ്, നല്ല വ്യക്തിയാവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അതുവഴി കുട്ടികളെ സമർപ്പിച്ചു കൊടുത്താൽ അവർ വിദ്യാസമ്പന്നരാകും, നല്ല മതബോധമുള്ള ജീവകാരുണ്യ പ്രവർത്തകരായി മാറും. ശരിക്കും അവരോട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ ചെയ്താൽ എന്താ കിട്ടുകയെന്ന് ചോദിച്ചു പോലും പറഞ്ഞ് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രാർത്ഥന കിട്ടും എന്നുള്ളത്. ശരിക്കും അതിലൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു തലമുറ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ക്യാമ്പിലും മറ്റു പരിസരങ്ങളുമായി ഇത്തരം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.